വെരി ഗുഡ് മോർണിംഗ്. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അർദ്ധരാത്രി വരെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസാക്കി ലോക്സഭ. ബിൽ പാസായത് 232-നെതിരെ 288 വോട്ടുകൾക്ക്. പ്രതിപക്ഷം മുന്നോട്ടുവച്ച ഭേദഗതികൾ തള്ളി. ബിൽ ഇന്ന് രാജ്യസഭയിൽ. വഖഫ് ഭേദഗതി നിയമം പാസായതിനു പിന്നാലെ മുനമ്പം സമരപ്പന്തലിൽ ആഹ്ലാദവുമായി പ്രദേശവാസികൾ. മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചും ആഹ്ലാദ പ്രകടനം. ബില്ലിനെ എതിർത്ത് സംസാരിച്ച എറണാകുളം എം പി ഹൈബി ഈഡനെതിരെ രൂക്ഷ വിമർശനം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയതിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. അപ്പീൽ പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച്. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ തുടരാൻ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ. മുനമ്പം ഭൂമി വിഷയം കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ ഇന്ന് പരിഗണിക്കും. കേസിൽ കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ ഹർജിയിലും ഇന്ന് തീരുമാനം. വ്യാപാര പങ്കാളികൾക്ക് കനത്ത തീരുവ പ്രഖ്യാപിച്ച അമേരിക്ക. അമേരിക്കയിലെത്തുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അടിസ്ഥാന ഇറക്കുമതി തീരുവ 10%. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 26% തീരുവ. അമേരിക്ക സുവർണ കാലഘട്ടത്തിലേക്ക് മടങ്ങുകയാണെന്ന് ട്രംപ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കേഴ്സുമായി ആരോഗ്യമന്ത്രിയുടെ ചർച്ച ഇന്ന്. കൂടിക്കാഴ്ച വൈകിട്ട് 3-ന് ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ. CITU, INTUC സംഘടനാ പ്രതിനിധികൾക്കും ക്ഷണം. ആശാവർക്കേഴ്സിന്റെ രാപ്പകൽ സമരം 53-ാം ദിവസം. CPIM മധുര പാർട്ടി കോൺഗ്രസിൽ പൊതുചർച്ച ഇന്നു മുതൽ. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് പ്രകാശ് കാരാട്ട് മറുപടി പറയും. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഇന്ന് പാർട്ടി കോൺഗ്രസ് വേദിയിലെത്തും. ഫെഡറലിസം ഇന്ത്യയുടെ ശക്തി എന്ന സെമിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം സ്റ്റാലിൻ പങ്കെടുക്കും. എമ്പുരാൻ വിവാദങ്ങൾക്കിടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി സിനിമാ നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമാസ്. ലോകത്തെല്ലായിടത്തും സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉറപ്പാക്കണമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ഓരോ വ്യക്തിക്കും സ്വന്തം രീതിയിൽ ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണമെന്നും കുറിപ്പിൽ. കോഴിക്കോട് താമരശ്ശേരി മുഹമ്മദ് ഷഹബാസ് വധക്കേസിലെ 6 വിദ്യാർത്ഥികളുടെ ജാമ്യ ഹർജി ഇന്ന് കോടതിയിൽ. ഹർജി പരിഗണിക്കുക കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി. കുട്ടികളെന്ന പരിഗണന നൽകരുതെന്ന് ഷഹബാസിന്റെ കുടുംബം. തിരുവനന്തപുരം നഗരത്തിലെ 56 വാർഡുകളിൽ ഇന്നും നാളെയും കുടിവെള്ളം മുടങ്ങും. ജലവിതരണം തടസ്സപ്പെടുന്നത് കരമനയിലെ ട്രാൻസ്മിഷൻ അലൈൻമെന്റിലെ അറ്റകുറ്റപ്പണികളെ തുടർന്ന് കോൾ സെന്റർ തുറന്നു. ടാങ്കറിൽ വെള്ളമെത്തിക്കുമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി. ലഹരിക്കെതിരെ 24-ന്റെ പോരാട്ടം തുടരുന്നു. ലഹരി വിൽപ്പന കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ ഏർപ്പെടുത്തിയ ടോൾ ഫ്രീ നമ്പറിന് മികച്ച പ്രതികരണം. SKN40 കേരള യാത്രയുടെ സന്ദേശം ഏറ്റെടുത്ത് കൂടുതൽ കലാലയങ്ങൾ. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ച് ചുള്ളിയോട് സെയിന്റ് തോമസ് ICSE സീനിയർ സെക്കൻഡറി സ്കൂൾ. യാത്രയുടെ 2ാം ഘട്ടത്തിന് ഞായറാഴ്ച മലപ്പുറത്ത് തുടക്കം. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകളാണ്. എറണാകുളം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ CDC ക്ലിനിക്ക് ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് മയക്കുമരുന്ന് ക്യാരിയറാകാൻ നിർബന്ധിച്ചു മർദ്ദിച്ചെന്ന പരാതിയുമായി യുവതി. അടിവാരം സ്വദേശി ഷിജാസിനെതിരെ കേസെടുത്ത് താമരശ്ശേരി പോലീസ്. റിമാൻഡിൽ കഴിയവെ ഫോണിൽ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി. പൊതുജനങ്ങൾക്കും ഇനി പാലാ അൽഫോൻസ കോളേജ് ലൈബ്രറിയിലെത്താം. എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ പുസ്തകമെടുക്കാൻ സൗകര്യം. സൗദിയിലെ അൽ ഊലയിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് അഖിൽ, അലക്സ്, ടീന എന്നിവർ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലെ സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ചുമതലയേറ്റു. SNDP യോഗം കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറിയും BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ് സംഗീത വിശ്വനാഥൻ. അന്നമനടയിൽ ലഹരിവിരുദ്ധ റാലിയും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ച് ഗ്രാമപഞ്ചായത്തും കസോക്കു കരാട്ടെ സ്കൂളും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പൂരം വെടിക്കെട്ട് പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന നെന്മാറ വല്ലങ്ങിവേല ഇന്ന്. വരിയോല വായന, പറ എഴുന്നള്ളത്ത്, പുറപ്പാട് എന്നിവയ്ക്ക് ശേഷം പകൽ 11-ന് എഴുന്നള്ളത്ത്. മാവേലിക്കര താലൂക്ക് ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിൽ. 3 നിലകളിലായി 11,717 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം നിർമ്മിക്കുന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ചെലവ് 5.2 കോടി രൂപ. അടുത്ത മാസത്തോടെ പുതിയ ഓഫീസ് പ്രവർത്തന സജ്ജമാകും.
സെന്റർ ഫോർ ഏർലി ഇന്റർവെൻഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ചിന്റെ ആദ്യ ബാച്ച് പുറത്തിറങ്ങി. ജീവിത നൈപുണ്യ വികസനം, ആശയവിനിമയ വികസനം, കമ്പ്യൂട്ടർ പരിശീലനം എന്നിവയിൽ വ്യക്തിഗത പരിശീലനം നേടിയത് 19 ഭിന്നശേഷി വിദ്യാർത്ഥികൾ. പരിശീലകരായ ആഷിഖ് ഷിബിൻ, റിസ്വാന, അശ്വതി സതിയപ്പൻ, അഡ്മിനിസ്ട്രേറ്റർ ഫാത്തിമ മിലി, യോഗ പരിശീലക ചിത്തു സനു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സെയിന്റ് ജോസഫ് സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. കാഞ്ഞിരപ്പള്ളി SHO KG ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു. ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നവർക്കെതിരെ കർശന നടപടിയുമായി കൊല്ലം തെക്കുംഭാഗം പഞ്ചായത്ത് 2 ലക്ഷം രൂപ പിഴ ഈടാക്കാൻ തീരുമാനം. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചാൽ 5000 മുതൽ 50,000 രൂപ വരെ പിഴ ഈടാക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സീതാറാം സാംബശിവറാവു പ്രഖ്യാപനം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് BP മുരളി അധ്യക്ഷനായി. തിരുവനന്തപുരം ശ്രീചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ പുതിയ ബ്ലോക്കിൽ OP പ്രവർത്തനം തുടങ്ങി. ന്യൂറോ സർജറി, തൊറാസിക് ആൻഡ് വാസ്കുലർ സർജറി, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്നീ OPകൾ പ്രവർത്തനം തുടങ്ങി. കാർഡിയോളജി സ്പെഷ്യാലിറ്റി ക്ലിനിക്കും സജ്ജം. വന്യമൃഗശല്യം രൂക്ഷമായ ഭീമനടിയിൽ ജാഗ്രതാ സമിതി യോഗം സംഘടിപ്പിച്ച് വനംവകുപ്പ്. മീനംചേരി വായിക്കാനത്ത് 3 കിലോമീറ്റർ ദൂരത്തിലുള്ള സൗരോർജ്ജ തൂക്കുവേലി ഈ മാസം പ്രവർത്തനക്ഷമമാകുമെന്ന് അധികൃതർ. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി, കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസർ രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി പ്രധാന അറിയിപ്പുകളാണ്. കൊല്ലത്ത് ജില്ലാ സ്പോർട്സ് കൌൺസിൽ നേരിട്ട് നടത്തുന്ന സമ്മർ കോച്ചിംഗ് ക്യാമ്പ് ഇന്നു മുതൽ. ക്യാമ്പ് അടുത്ത മാസം 30 വരെ. അത്ലറ്റിക്സ്, ബോക്സിംഗ്, കബഡി എന്നിവയിൽ പരിശീലനം നൽകും. പാലക്കാട് ജംഗ്ഷനും പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനുമിടയിലുള്ള റെയിൽവേ ഗേറ്റ് ഇന്നു മുതൽ ശനിയാഴ്ച വരെ അടച്ചിടും. യാത്രക്കാർ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് റോഡ്, കൽപ്പാത്തി വടക്കന്തറ റോഡ് വഴി പോകണം. ആറാട്ടുപുഴ പൂരത്തിന് ഇന്ന് കൊടിയേറും. രാത്രി 8:30 ഊരാളൻ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ കൊടിയേറ്റും. കോഴിക്കോട് പുതുപ്പാടി ആറാമുക്കിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വൈദ്യുതി മുടങ്ങുക. തിരുവല്ല കുന്നന്താനത്ത് പ്രവർത്തിക്കുന്ന ASAP കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇലക്ട്രിക് വാഹന സർവീസിംഗ് കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ. ഇന്റർവ്യൂ നടക്കുക ഒഴിവുള്ള 6 സീറ്റുകളിലേക്ക്. തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അലോപ്പതി ഫാർമസിസ്റ്റ് തസ്തികയിൽ ഒഴിവ്. അഭിമുഖം ഈ മാസം 10 രാവിലെ 11 മണിക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം. പന്തളം ഗ്യാരോൺ സ്പോർട്സ് ഹബിന്റെ നേതൃത്വത്തിൽ സമ്മർ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് നാളെ. പരിപാടി പന്തളം ഉദയ ഗ്രൗണ്ടിൽ രാവിലെ 7:30 മുതൽ. വിദഗ്ധരായ കോച്ചുകൾ നേതൃത്വം നൽകും. എറണാകുളം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയിലേക്ക് സ്പെഷ്യലൈസ്ഡ് ലീഗൽ വോളണ്ടിയർമാരെ തെരഞ്ഞെടുക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 10 മുൻപായി അപേക്ഷ സമർപ്പിക്കണം. റിപ്പോർട്ട് ചെയ്തത് 58 ഒഴിവുകൾ. പന്തളം NSS ട്രെയിനിംഗ് കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. PhD, നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ദേശീയ വാർത്തകൾ. ഗുജറാത്തിൽ വ്യോമസേനയുടെ ജാഗ്വാർ യുദ്ധവിമാനം തകർന്നു വീണു. അപകടം പരിശീലന പറക്കലിനിടെ. കാണാതായ ഒരു പൈലറ്റിനായി തെരച്ചിൽ. ദേശീയപാത ടോൾ പിരിവിൽ ഉത്തർപ്രദേശ് മുന്നിൽ. ഇതുവരെ പിടിച്ചെടുത്തത് 760 കോടി രൂപ. പുറത്തുവിട്ടത് 2024-25 സാമ്പത്തിക വർഷത്തിലെ കണക്ക്. രാജസ്ഥാൻ 2ാം സ്ഥാനത്ത്. പിടിച്ചെടുത്തത് 5967 കോടി രൂപ. മരുന്നുകളുടെ വില വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പശ്ചിമബംഗാൾ സർക്കാർ നാളെ മുതൽ 2 ദിവസം വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. മീററ്റിൽ ഭർത്താവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭാര്യയുടെയും ആൺസുഹൃത്തിന്റെയും ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടി. 14 ദിവസം കൂടി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരും. നേവി ഉദ്യോഗസ്ഥനായ സൌരഭ് രജ്പുത്താണ് കൊല്ലപ്പെട്ടത്. ഇയാൾ കൊല്ലപ്പെട്ടത് മാർച്ച് 4. ആന്ധ്രാപ്രദേശിൽ സൈനിക ഉദ്യോഗസ്ഥനെന്ന പേരിൽ വിവാഹ തട്ടിപ്പ്. പ്രയാഗ്രാജ് സ്വദേശി ഹരീഷ് കുമാർ പിടിയിൽ. അറസ്റ്റ് മധുരയിൽ നിന്ന്. സംസ്ഥാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിൽ ആശങ്ക വേണ്ടെന്ന് ആന്ധ്രാപ്രദേശ്. റാപ്പിഡ് റെസ്പോൺസ് ടീമുകളും 8 ആരോഗ്യ സംഘങ്ങളും പ്രദേശത്തും പരിസരത്തും സർവേ നടത്തുമെന്ന് ആരോഗ്യ മന്ത്രാലയം. പൽനാട് ജില്ലയിൽ രോഗം ബാധിച്ച് മരിച്ചത് 2 വയസ്സുകാരി.
മഹാരാഷ്ട്രയിൽ MSRTC ബസും കാറും കൂട്ടിയിടിച്ച അപകടം 5 പേർക്ക് ദാരുണാന്ത്യം, 12 പേർക്ക് പരിക്ക്. കാർ ഡ്രൈവർക്കെതിരെ കേസെടുത്ത പോലീസ്. ഉത്തർപ്രദേശിൽ വിളകൾക്ക് ജൂൺ 30 വരെ താങ്ങുവില പ്രഖ്യാപിച്ച സർക്കാർ. 3 ദിവസത്തിനകം കർഷകർക്ക് അക്കൌണ്ടിൽ പണമെത്തും. ഉത്തർപ്രദേശിൽ ട്രെയിനിലെ സീറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ കയ്യാങ്കളി, ഒരാൾക്ക് പരിക്ക്, 4 പേർ കസ്റ്റഡിയിൽ. ഒഡീഷയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ വൈദ്യുതാഘാതമേറ്റു ചരിഞ്ഞത് 27 ആനകൾ. കണക്കുകൾ പുറത്തുവിട്ട് ഒഡീഷ ഉപമുഖ്യമന്ത്രി കനക് വർദ്ധൻ സിംഗ്. പഞ്ചാബിലെ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ. മയക്കുമരുന്നിനെതിരായ പോരാട്ടം പോലീസിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ജനങ്ങളുടെ സഹകരണവും ആവശ്യമെന്ന് മുഖ്യമന്ത്രി. രാമനവമി ആഘോഷങ്ങൾ സമാധാനത്തോടെയാകണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. അപവാദ പ്രചാരണങ്ങൾക്ക് ചെവി കൊടുക്കരുതെന്നും സന്തോഷത്തോടെ ആഘോഷിക്കണമെന്നും നിർദ്ദേശം. അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടരുതെന്നും മുന്നറിയിപ്പ്. ഇനി രാജ്യാന്തര വാർത്തകളാണ്. US താരിഫ് വർധനയിൽ ആശങ്ക അറിയിച്ച റഷ്യൻ കേന്ദ്ര ബാങ്ക് ആഗോള വളർച്ചയെ മന്ദഗതിയിലാക്കിയേക്കാമെന്ന് മുന്നറിയിപ്പ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി റഷ്യയ്ക്ക് സമീപം സൈന്യത്തെ വിന്യസിച്ച ജർമ്മനി തങ്ങൾക്ക് വ്യക്തമായ ഒരു ദൌത്യമുണ്ടെന്നും കിഴക്കൻ ഭാഗത്തുള്ള ലിത്വേനിയൻ സഖ്യകക്ഷികളുടെ സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും അധികൃതർ. ഹമാസിനെതിരെ സമ്മർദ്ദം ചെലുത്താൻ ഗസയിൽ പുതിയ സുരക്ഷാ ഇടനാഴി തുറക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. റഫയുടെ തെക്കൻ നഗരങ്ങളെ പലസ്തീനുമായി വിച്ഛേദിക്കുമെന്നും ഇസ്രയേൽ. ഫ്രാൻസിലെ തീവ്ര വലതുപക്ഷ നേതാവ് മറൈൻ ലേപെന്നിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിയതിനു പിന്നാലെ ജഡ്ജിക്ക് വധഭീഷണി. ജഡ്ജിക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കി പോലീസ്. വിലക്ക് ഏർപ്പെടുത്തിയത് യൂറോപ്യൻ യൂണിയന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്തതിന്. ജപ്പാനിൽ ഭൂചലനം 6 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ക്യുഷുവാണ് പ്രഭവ കേന്ദ്രം. റോമൻ സാമ്രാജ്യത്വകാലത്തെ പോരാളികളുടെ ശവകുടീരം കണ്ടെത്തി വിയന്ന പുരാവസ്തു ഗവേഷകർ. കണ്ടെത്തിയത് 129 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ. AI ഉപയോഗത്തിൽ ഇന്ത്യ മറ്റ് ലോകരാജ്യങ്ങളെ മറികടക്കുന്നുവെന്ന് ഓപ്പൺ AI CEO സാം ഓൾട്ട്മാൻ. പരാമർശം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായുള്ള ചർച്ചയ്ക്കിടെ ഇന്ത്യയിലെ AI ഉപയോക്താക്കളുടെ എണ്ണം 3 ഇരട്ടിയായി വർദ്ധിച്ചെന്നും സാം ഓൾട്ട്മാൻ. ഭൂകമ്പം ബാധിച്ച മ്യാൻമറിന് സഹായവുമായി ചൈന $13.76 മില്യൺ സഹായം പ്രഖ്യാപിച്ചു. യുക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം. 4 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം സപ്പോറീഷ്യയിലും ഖാർക്കീവിലും. ഇന്ത്യൻ വംശജനായ മയക്കുമരുന്ന് വ്യാപാരിക്ക് UK-യിൽ 18 വർഷം തടവ്. പിടികൂടിയത് 4 മില്യൺ പൗണ്ടിലധികം വില വരുന്ന ലഹരിമരുന്നുകൾ. തായ്ലൻഡ് ഭൂചലനത്തിൽ തകർന്ന കെട്ടിടത്തിനടിയിൽ നിന്ന് 26-കാരന് രണ്ടാം ജന്മം. ബാങ്കോക്കിലെ ഹോട്ടൽ കെട്ടിടത്തിനടിയിൽ നിന്ന് യുവാവിനെ രക്ഷപ്പെടുത്തി ദൌത്യസംഘം. ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയത് എൻഡോസ്കോപ്പിക് ക്യാമറ വഴിയുള്ള നിരീക്ഷണത്തിൽ. ആഗോള സംരംഭകത്വ സൂചികയിൽ തുടർച്ചയായ 4ാം വർഷവും UAE ഒന്നാമത്. വികസിത രാഷ്ട്രങ്ങളെ പിന്തള്ളിയാണ് അറബ് രാഷ്ട്രത്തിന്റെ നേട്ടം. പട്ടികയിലുണ്ടായിരുന്നത് 56 രാജ്യങ്ങൾ. ബിസിനസ് വാർത്തകൾ. അമേരിക്കൻ കമ്പനിയായ പെപ്സിക്കോ വീണ്ടും ഇന്ത്യയിലേക്ക്. തമിഴ്നാട്ടിലെ മണപ്പാറയിൽ 28 ഏക്കർ ഭൂമി അനുവദിച്ചതായി റിപ്പോർട്ട്. പൊട്ടറ്റോ ചിപ്സ് പോലെയുള്ള സ്നാക്കുകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കും. പുതിയ വരിക്കാരുടെ എണ്ണത്തിൽ അമേരിക്കയുടെ ChatGPT-യെ മറികടന്ന് ചൈനയുടെ ഡീപ്സീക്ക്. ഏറ്റവും വേഗം വളരുന്ന AI ടൂൾ എന്ന നേട്ടവും ചൈനീസ് സ്റ്റാർട്ടപ്പിന് സ്വന്തം. ഇന്ത്യയിൽ നിന്ന് മാത്രം ഡീപ്സീക്ക് സന്ദർശിച്ചത് 4.3 കോടിയിലധികം പേർ. ടാറ്റ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രസിഡന്റായി KC ആങ്ങിനെ നിയമിച്ചു. ഗ്ലോബൽ ഫൗണ്ടറീസിന്റെ മുൻ സീനിയർ എക്സിക്യൂട്ടീവാണ് ആങ്. അമേരിക്കയുടെ 25% ഇറക്കുമതി നികുതി ഇന്ത്യൻ GDP-യിൽ $31 ബില്യൺ ഇടിവ് വരുത്തുമെന്ന് MK ഗ്ലോബൽ റിപ്പോർട്ട്. ഇലക്ട്രോണിക്സ്, രത്നങ്ങൾ എന്നിവയെ ബദൽ ചുങ്കം പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തൽ. 2024-ൽ ഇന്ത്യൻ ഇലക്ട്രോണിക്സ് കയറ്റുമതിയുടെ 14.3% അമേരിക്കയിലേക്കായിരുന്നു. ഫെബ്രുവരിയിൽ വാട്സ്ആപ്പ് ഇന്ത്യയിൽ നിരോധിച്ചത് 97 ലക്ഷം അക്കൌണ്ടുകൾ. കണക്ക് പുറത്തുവിട്ട വാട്സ്ആപ്പ് നിബന്ധനകൾ ലംഘിച്ചതിനാണ് അക്കൌണ്ടുകൾ നിരോധിച്ചതെന്ന് വിശദീകരണം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തെ തുടർന്ന് രാജ്യാന്തര സ്വർണ്ണവില റെക്കോർഡ് കടന്നു. സ്വർണ്ണം ഔൺസിന് $3200 ഇന്ത്യയിലും സ്വർണ്ണവില കുതിക്കുമെന്ന് വിദഗ്ധർ. ഇനി കായിക വാർത്തകൾ.
IPL നിന്ന് കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകൾ മുഖാമുഖം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. മത്സരം രാത്രി 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ് സ്റ്റേഡിയത്തിൽ. FC ബാഴ്സലോണ കോപ്പ ഡെൽ റേ ഫുട്ബോളിന്റെ ഫൈനലിൽ ഇരുപാദങ്ങളിലുമായി അത്ലറ്റിക്കോ മാഡ്രിഡിനെ 5-4 തോൽപ്പിച്ചു. ഫൈനലിൽ ബാഴ്സ റയൽ മാഡ്രിഡിനെ നേരിടും. ഫൈനൽ ഈ മാസം 27-ന്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന് ജയം. ഏകപക്ഷീയമായ 1 ഗോളിന് എവർട്ടണിനെ തോൽപ്പിച്ചു. ലിവർപൂളിനായി ഡിയോഗോ ജോട്ട ഗോൾ കണ്ടെത്തി. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ജയം. ലെസ്റ്റർ സിറ്റിയെ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ ടീം വിടുന്നുവെന്ന വാർത്ത നിഷേധിച്ച് സൂര്യകുമാർ യാദവ്. വാർത്തയുണ്ടാക്കിയവർ മാധ്യമപ്രവർത്തകരോ അതോ തിരക്കഥാകൃത്തുക്കളോ എന്ന സൂര്യയുടെ പരിഹാസം. ടീം ഇന്ത്യയുടെ ഹോം സീസണിലെ മത്സരങ്ങൾ പ്രഖ്യാപിച്ച BCCI. വിൻഡീസിനെതിരെ 2 ടെസ്റ്റുകളും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 2 ടെസ്റ്റും 3 ഏകദിനങ്ങളും 5 2020 മത്സരങ്ങളും ഇന്ത്യ നാട്ടിൽ കളിക്കും. ISL ഒന്നാം സെമിയുടെ ആദ്യപാദത്തിൽ ബംഗളൂരു FCക്ക് ജയം. എതിരില്ലാത്ത 2 ഗോളിന് FC ഗോവയെ തോൽപ്പിച്ചു. ISL രണ്ടാം സെമിയുടെ ആദ്യപാദത്തിൽ മോഹൻ ബഗാൻ ജംഷഡ്പൂർ FCയെ നേരിടും. മത്സരം രാത്രി 7:30 കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ. കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദത്തിൽ ജയം ലക്ഷ്യമിട്ട് ലിയോണൽ മെസ്സിയുടെ ഇന്റർ മയാമി ഇന്ന് കളത്തിൽ. രാവിലെ 9 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ലോസ് ഏഞ്ചലസ് FC. കുഞ്ഞു പിറന്ന സന്തോഷം പങ്കുവച്ച് ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് താരങ്ങളായ നതാലിയ സീവർബ്രണ്ടും കാത്തറീനും. 2022 ഇവർ വിവാഹിതരായത്. ഗ്ലോബൽ ക്രിക്കറ്റ് പ്രീമിയർ ലീഗിൽ മുംബൈ ഫ്രാഞ്ചൈസി സ്വന്തമാക്കി സാറ ടെൻഡുൽക്കർ. ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് എന്റർടൈൻമെന്റ് ലീഗാണ് ഗ്ലോബൽ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ്. ഇനി സാംസ്കാരിക സിനിമാ വാർത്തകളാണ്. ലിസ്റ്റൻ സ്റ്റീഫൻ, അരുൺ വർമ്മ, ബോബി സഞ്ജയ് കോംബോ ഒരുക്കുന്ന ചിത്രം ബേബി ഗേളിന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. തൈക്കാട് ഗാന്ധി ഭവനിൽ വെച്ച് നടന്ന പൂജാ ചടങ്ങിൽ നിർമ്മാതാവ് ലിസ്റ്റൻ സ്റ്റീഫൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സഞ്ജയാണ് തിരക്കഥ. വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ, ലിജോ മോൾ, പ്രിയംവദാകൃഷ്ണൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന സംശയത്തിന്റെ ആദ്യ പോസ്റ്റർ പുറത്തിറങ്ങി. പുതുമുഖ സംവിധായകനായ രാജേഷ് രവിയാണ് കഥയും തിരക്കഥയും. സജൻ ഗോപുവിനെ നായകനാക്കി നടൻ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത പൈങ്കിളി OTTയിലേക്ക് ഈ മാസം 11-നാണ് ചിത്രം OTTയിലെത്തുന്നത്. ആമിർ ഖാനും സൽമാൻ ഖാനും ഒരുമിച്ച് അഭിനയിച്ച അന്താ സപ്ന അപ്ന വീണ്ടും റിലീസിന് ഈ മാസം 25-ന് റിലീസ് ചെയ്യും. AI ചാറ്റ്ബോട്ടായ ഗ്രൂക്കിനെതിരെ പ്ലക്കാർഡുമായി തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ പ്രതിഷേധിച്ചുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം. ഗോ ബാക്ക് ഗ്രോക്ക് എന്നെഴുതിയ കടലാസ് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന അണ്ണാമലയാണ് ചിത്രത്തിൽ. എന്നാൽ ചിത്രം എഡിറ്റ് ചെയ്ത് നിർമ്മിച്ചതാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ നിന്ന് ഇലോൺ മസ്ക് പിന്മാറുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബിസിനസ്സിലേക്ക് മടങ്ങാൻ മസ്ക് തീരുമാനിച്ചെന്ന വിവരം. മസ്ക് ഉടൻ സർക്കാർ പദവിയിൽ നിന്ന് പിന്മാറുമെന്ന് ട്രംപ് ക്യാബിനറ്റ് അംഗങ്ങളോട് വെളിപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. മ്യാൻമാർ ഭൂകമ്പത്തിൽ 3000 പേർ മരിച്ചെന്ന് സൈന്യം. രക്ഷാപ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ തുടരുന്നു. ഈ മാസം 22 വരെ ഉടമ്പടി നിലനിൽക്കുമെന്ന് സൈന്യം. ഗസയിൽ സൈനിക വിപുലീകരണം പ്രഖ്യാപിച്ച ഇസ്രയേൽ. ഗസ മുൻപിലെ വലിയ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ്. 350 കരടികളെ വെടിവെച്ചു കൊല്ലാനുള്ള പദ്ധതിയുമായി സ്ലോവാക്യ. തീരുമാനം കരടി ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലൻഡിലേക്ക് തിരിച്ചു. തായ്ലൻഡ് പ്രധാനമന്ത്രി പൈത്തോങ് തരൺ ഷിനവത്രയുമായി കൂടിക്കാഴ്ച നടത്തും. 6ാം ബിംസ്റ്റേക്ക് ഉച്ചകോടിയിലും പങ്കെടുക്കും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഗസയിൽ വീണ്ടും ഇസ്രയേലിന്റെ വ്യോമാക്രമണം. അഭയാർത്ഥി ക്യാമ്പിന് നേരെ 80 പേർ കൊല്ലപ്പെട്ടെന്ന വിവരം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവായ ഓസ്കർ ഏരിയാസിന്റെ വീസ റദ്ദാക്കി അമേരിക്ക. നടപടി ഡൊണാൾഡ് ട്രംപിനെ പരസ്യമായി വിമർശിച്ച ആഴ്ചകൾക്ക് ശേഷം. കോസ്റ്ററിക്കയുടെ മുൻ പ്രസിഡന്റാണ് ഓസ്കാർ ഏരിയാസ്. പുതിയ തീരുവ സംബന്ധിച്ച അമേരിക്കയുടെ തീരുമാനത്തെ വിമർശിച്ച് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലനി. യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതിക്ക് തീരുവ ഏർപ്പെടുത്തിയത് തെറ്റെന്ന വിമർശനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.